ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളൊരു ഹാൻഡ് വർക്ക് കുർത്തി ചെയ്താലോ? അപ്പോൾ നമുക്ക് മോഡൽ തന്നേക്കുന്നത് ഈ ഒരു മോഡലാണ് ഹാൻഡ് വർക്ക് ചെയ്യാൻ തന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് മെറൂൺ കളറാണ് കേട്ടോ മെറ്റീരിയൽ കിട്ടിയേക്കുന്നത്. മെറ്റീരിയലും ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്ക് ഒരു ഡയമണ്ട് നെക്കാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നെക്ക് ഞാൻ പേപ്പറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രെയിമിൽ ഫിറ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നെക്ക് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തുണി ലൈനിങ് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 32 ചെസ്റ്റ് അളവിന് വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ക്ലോത്തിൽ കഴുത്ത് വെച്ച് വരച്ചെടുത്തിട്ടുണ്ട് റഫായിട്ട്. പിന്നെ നമുക്ക് ഫ്രെയിമിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ തുണി വെച്ച് ഫിറ്റ് ചെയ്ത് നമ്മൾ പേപ്പറിനകത്തിൽ പിന്ന് കുത്തി കൊടുത്തിട്ടാണ് നെക്ക് മാർക്ക് ചെയ്യുന്നത്. പേപ്പറും പ്രത്യേകിച്ച് ജോർജറ്റിൻ്റെ തുണി തെന്നിപ്പോകാൻ ചാൻസസ് ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യ ലെയർ നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുവാണേ. കുർത്തി ആയതുകൊണ്ട് നമ്മൾ സരി ത്രെഡ് ഒന്നും വെച്ച് ഔട്ട്ലൈൻ ഒന്നും ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ആദ്യത്തെ നമ്മൾ വരച്ച ആ ലൈനിൽ നിന്ന് തന്നെ ഷുഗർ ബീഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുവാണേ. അപ്പോൾ ഫുൾ ഷുഗർ ബീഡ്സ് കംപ്ലീറ്റ് ആക്കിയിട്ട് 2 mm ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്. ഗ്യാപ്പ് ഇല്ലാതെ ചെയ്ത് കൊടുക്കുവാണ്. ഗ്യാപ്പ് വന്നാൽ പിന്നെ അതിൻ്റെ ഭംഗി നമുക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. സെക്കൻഡ് ലെയറും കംപ്ലീറ്റ് ചെയ്തിട്ട് തേർഡ് ലെയർ നമ്മൾ വീണ്ടും ഷുഗർ ബീഡ്സ് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അതും കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മളൊരു 3 ബീഡ്സ് വെച്ചിട്ട് ഒരു സ്ട്രൈറ്റ് ആയിട്ടൊരു ലൈൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് 3 ബീഡ്സ് വെച്ചിട്ട് ചരിച്ച് വെച്ചൊരു 3 ലെയർ കൊടുത്തു. അപ്പോൾ ഒരു ചരിഞ്ഞൊരു ഡിസൈനായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും 3 ബീഡ്സ് വെച്ചിട്ട് സ്ട്രൈറ്റ് ലൈൻ കൊടുത്തു. വീണ്ടും ആ പ്രോസസ്സ് തന്നെ. നമുക്കിപ്പോൾ ഈ 3 ബീഡ്സ് വെച്ചിട്ട് സ്ട്രൈറ്റ് ലൈൻ കൊടുക്കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വീറ്റ് ബീഡ് വെച്ചിട്ട് ഒരു സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്താലും മതി. ആ ഒരു സെയിം ഡിസൈൻ്റെ ലുക്ക് കിട്ടും. ഇപ്പം ഞാൻ ബീറ്റ് ബീഡൊന്നും യൂസ് ചെയ്തില്ല, ഷുഗർ ബീഡ്സ് വെച്ചിട്ടാണ് ഫുൾ സെറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, എല്ലാത്തിനും ലോക്ക് ഇട്ടെടുക്കുന്നില്ല. ആ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ ബീഡ്സിനെ. ഇതിപ്പോൾ കാണുന്ന പോലെ എളുപ്പത്തിലല്ല ചെയ്തെടുക്കുന്നത്, നല്ല ടൈം എടുത്താണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഷുഗർ ബീഡ്സ് ആയതുകൊണ്ട് തന്നെ വേഗം വേഗം പോകുന്നുണ്ട്, ഒരേ ബീഡ്സ് ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ വർക്കെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ്സിലൂടെ നോക്കാം കേട്ടോ. സ്ലീവ്സിലും ഹാൻഡ് വർക്ക് വരുന്ന ഡിസൈനായിരുന്നു നമ്മൾ ചൂസ് ചെയ്തേക്കുന്നത്. അതിനും സ്ലീവ്സിനും വേണ്ടിയിട്ട് ഞാൻ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ച് വിട്ടിട്ടുള്ള ഭാഗം, സ്റ്റിച്ചും തയ്യൽ തുമ്പും എല്ലാം വിട്ടിട്ടുള്ള ഭാഗം ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വശത്താണ് നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പമായിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചെയ്ത് വീഴുമ്പോഴത്തേനും നമ്മൾക്ക് തയ്ക്കുന്ന സമയത്ത് അത് ഭയങ്കര പാടായിരിക്കും തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നെക്കിൽ ചെയ്ത അതേ സെയിം ഡിസൈൻ തന്നെയാണ്. ആദ്യം ഷുഗർ ബീഡ്സ്, പിന്നെ 2 mm ബീഡ്, പിന്നെ ഷുഗർ ബീഡ്സ്, പിന്നെ നമ്മൾ ആ നെക്ക് ചെയ്ത അതേ
പാറ്റേൺ. പിന്നെ അവിടെ ഇവിടെയായിട്ട് നമ്മൾ സ്ലീവ്സ് ഫുള്ളും സ്പ്രെഡിങ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാ സ്പ്രെഡിങ്സിന് വേണ്ടി ഞാൻ അവിടെ ഇവിടെ ഡോട്ടിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫോട്ടോയിൽ കണ്ട പോലെ അധികം സ്പ്രെഡിങ്സ് കൊടുത്താൽ അത്യാവശ്യം സ്പ്രെഡിങ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. സെൻറ്ററിൽ നമ്മൾ ആ ഷുഗർ ബീഡ്സിൻ്റെ സെൻറ്ററിൽ വെച്ച ബീഡ്സ് വെച്ചിട്ടാണ് കൊടുക്കുന്നത്, ചുറ്റിനും ഷുഗർ ബീഡ്സും. അപ്പോൾ സ്പ്രെഡിങ്സിന് ഞാൻ ലോക്കിട്ട് എടുക്കുവാണ്. അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് നോക്കാം. ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തി തയ്ച്ചെടുക്കാൻ ഇച്ചിരി പാടാണ്. എല്ലാം ശ്രദ്ധിച്ച് തയ്ച്ച് വരുമ്പോഴത്തേനും ടൈം എടുക്കുമേ. അപ്പോൾ നമുക്ക് ഔട്ട്ഫിറ്റ് കണ്ടാലോ? നമ്മൾ ഷോളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് ഫുൾ ഔട്ട്ലുക്ക്. അപ്പോൾ ആ മെറൂണിനകത്ത് ഗോൾഡൻ കളർ ബീഡ്സ് വന്നപ്പോൾ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.